ഇന്നെൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. അന്നപ്പോൾ ആ ദിവസത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടല്ലോ നമുക്ക്. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസ് പ്രിപ്പ് ചെയ്യുന്നത് വാസ്ലീൻ്റെ മോയ്സ്ചറൈസർ വെച്ചിട്ടാണ്. പിന്നെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അക്വലോജിക്കിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആസ് യു കെൻ സീ ഫ്രം മൈ യൂട്യൂബ് ഞാനൊരു കോഴിക്കോടുകാരിയാണ്. ഇതിന്റെ ഹസ്ബൻഡ്. ഇതിപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് പോലെയായി. സൺസ്ക്രീൻ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നല്ല, മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ലല്ലോ എന്നാണ്. മോർ അബൌട്ട് മൈസെൽഫ്, ഐ എം നിഹാല, ഐ എം ലിവിംഗ് ഇൻ കാലിക്കറ്റ്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇതിന് ശേഷം ഞാൻ കളർ കറക്റ്റർ എടുത്തു. ഇൻസൈറ്റിന്റെ കളർ കറക്റ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിഗ്മെന്റേഷൻ ഉള്ള ഏരിയാസിൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തു. ശേഷം ഞാൻ വളരെ കുറച്ച് ഫൗണ്ടേഷനിലോട്ട് സ്ട്രോപ്പ് ക്രീമും മിക്സ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ലാക്മീൻ്റെ ഈ ഒരു സ്റ്റോപ്പ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ കല്യാണത്തിന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. നല്ല പ്രൊഡക്റ്റാണ്. ആക്ച്വലി ഒരു ചെറിയ ഡ്രോപ്പ് ഓഫ് ഫൗണ്ടേഷനേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് അത്യാവശ്യം നല്ല ഹൈ കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. മാർസിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്ത ശേഷം ഞാൻ ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അണ്ടർ ഐയിൽ ചെറുതായിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട്. അതും ബ്ലെൻഡ് അതിന് ശേഷം ഏറ്റവും ടാസ്ക് പരിപാടിയായിട്ടുള്ള ഐലൈനറാണ് ഞാൻ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയോ ചെയ്ത് തീർത്തു. ശേഷം ഞാൻ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം ബ്ലഷ് അപ്ലൈ ചെയ്യാനാണ്. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഫേസിലൊരു ജീവൻ വെച്ച പോലെ തോന്നുന്നത്, ഒരു ലൈഫ് ഫീൽ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻസൈറ്റിൽ ഒരു പിങ്ക് കളർ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. അണ്ടർ ഐയിലും പിന്നെ ഫേസിൽ സ്വെറ്റ് ചെയ്യുന്ന ഏരിയയിലൊക്കെ ആ പൗഡർ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ എൻ്റെ ഇയറിങ്സ് ഒക്കെ എടുത്തിട്ടു. കുറേ ക്ലിപ്സ് ഞാൻ എടുക്കാൻ മറന്നു. ലിപ്സ്റ്റിക് ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടെ ചെറുതെ കാണിക്കാനായിട്ടാണ് ഈ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി പെർഫ്യൂമും കൂടെ അടിച്ചാൽ ഓൾ ഗുഡ് ടു ഗോ. അപ്പോൾ എന്താണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി, എന്ത് ഡേക്കാണ് ഞാൻ പോകുന്നതില്ല കൂടുതൽ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ ഇങ്ങനെ ആണോ എന്നും കൂടി എനിക്കറിയില്ല. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.